എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഫുഡ് ശീലം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയാണ്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മളോട് ഇന്ന് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് ശ്രീ വിശാൽ ജോർജ് ആണ്. അപ്പം വിശാൽ ഭായിയെ നമുക്ക് ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാം. ഭായി തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് ഭായി. അപ്പൊ നമ്മളുടെ ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് നേരെ വെബിനാറിലേക്ക് തന്നെ പോകാം. ഇന്ന് എല്ലാവർക്കും, കുട്ടികളായിക്കോട്ടെ, ചെറുപ്പക്കാരായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ഇഷ്ടം രുചിയുള്ള ഭക്ഷണങ്ങളാണ്. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൻ്റെ ഗുണത്തിനോ പോഷകങ്ങൾക്കോ നിലവിൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ ശരീരത്തിന് വേണ്ടത് രുചിയും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് രുചിയും പോഷക ഗുണങ്ങളും ഉള്ളവ ആണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. രുചി മാത്രം ഉള്ളതല്ല. പക്ഷെ ഇവിടെ ഈ ജങ്ക് ഫുഡുകൾ എന്ന് പറയുമ്പം, ജങ്ക് ഫുഡുകൾ എന്നാൽ പോഷക ഗുണങ്ങൾ കുറഞ്ഞത്, പിന്നെ രുചി വർദ്ധിപ്പിക്കാനായിട്ട് അമിതമായിട്ട് കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ്, കൃത്രിമ നിറങ്ങൾ, കൃത്രിമമായ മണങ്ങൾ, പിന്നെ മറ്റ് കേടാകാതിരിക്കാനുള്ള വസ്തുക്കൾ, പിന്നെ ഫ്ലേവേഴ്സ്, അഡിക്റ്റീവ്സ് ആയിട്ടുള്ള രാസവസ്തുക്കൾ ഒക്കെ ചേർന്നവയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പോഷകങ്ങൾ വളരെ കുറവ്, പക്ഷെ കലോറി വളരെ കൂടുതൽ ഉള്ളവയായിരിക്കും. ഗുണവും കുറവ്, പോഷക ഗുണം കുറവ്, കലോറി വളരെ കൂടുതലാണ്. ഇനി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളോ, അതായത് വിറ്റാമിൻസ്, അതായത് ജീവകങ്ങൾ, പോഷകങ്ങൾ, നാരുകൾ, മാംസ്യം, മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ ഒന്നും തന്നെ ഇല്ലാത്ത, പോഷക ഗുണങ്ങളില്ലാത്ത, അതായത് ന്യൂട്രീഷൻസ് ഇല്ലാത്ത ഒരു ഫുഡാണ് ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ജങ്ക് ഫുഡിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ നല്ല ആകർഷകമായിട്ടുള്ള പാക്കറ്റുകളിൽ വരുന്നുണ്ട്. ടിന്നിലടച്ച പാക്കറ്റ് ഫുഡ്സ് ഒക്കെ ഇതിൽ പെടുന്നവയാണ്. പിന്നെ അതിന് ബർഗർ, പിസ്സ, ലേസ്, കുർക്കുറ, വറുത്തത്, പൊരിച്ചത്, പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് കോള, പെപ്സി പോലുള്ള കളറുള്ള പാനീയങ്ങൾ, സോഡ, പിന്നെ ആദ്യം പറഞ്ഞ ടിന്നിലടച്ചത്, ബേക്കറികൾ, ഇതെല്ലാം തന്നെ ഈ നമ്മുടെ ഈ കലോറി ഭയങ്കര കൂടുതലുള്ളതും പോഷക ഗുണങ്ങൾ, അതായത് ആദ്യം പറഞ്ഞ ഗുണങ്ങളില്ലാത്തവയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇന്ന് അത് തന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതിനെ പറ്റിയൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രശ്നമാണ്. ഇന്നും ഇന്നലെയായിട്ട് 6 കുട്ടികളുടെ അമ്മമാരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഒരാൾക്ക് തക്കാളിപ്പനി, 6 വയസ്സ് കുട്ടിയാണ്, ഒരു പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. രണ്ടാമത്തെ ആള് 11 വയസ്സ്, ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല, വെജിറ്റബിൾസും കഴിക്കൂല, ജങ്ക് ഫുഡ്സ് മാത്രമേ കഴിക്കത്തുള്ളൂ, ബേക്കറി ജങ്ക് ഫുഡ്സ്. അതിന് ഫിറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്തെ ആള് ചെറിയ കുട്ടി, 2 മാസം പ്രായമുള്ള കുട്ടി, ശരീര ആസകലം കറുപ്പ്, പിന്നെ പ്രത്യേകമായിട്ട് കാലിൻ്റെ ഈ മണ്ണയിലും കറുപ്പ്, അതും ചെറിയ കുട്ടി. പിന്നെ ഒരാൾ കൂടി ഹെർണിയ, 7 വയസ്സുള്ള കുട്ടി, അതിന് ഹെർണിയ വന്നിരിക്കുന്നു. പിന്നെ ഒരാൾ കൂടി, അങ്ങനെ 5 കേസുകൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കുട്ടികളുടെ അമ്മമാർ വിളിച്ചിരിക്കുന്നു. അതിൽ ലാസ്റ്റ് വന്നത് ഇച്ചിരി അപകടകരമാണ്. 13 വയസ്സുള്ള കുട്ടിക്ക് സ്ട്രോക്ക് വന്നിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ അന്വേഷിച്ചപ്പം അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ
ഈ പറയുന്ന പോഷക ഗുണങ്ങളൊന്നും ഇല്ലാത്ത ജങ്ക് ഫുഡ്സുകൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളൊക്കെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്താണെങ്കിലും അതിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും കുട്ടികളെ നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ അടുത്ത തലമുറയെ നമുക്ക് സംരക്ഷിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ദോഷങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അതിൻ്റെ പകരമായിട്ട് എന്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ടേസ്റ്റിലേക്ക്, അതായത് ജങ്ക് ഫുഡ്സ് അല്ലാതെ പോഷക ഗുണങ്ങളും കൊടുത്തുകൊണ്ട്, അതായത് നാവിന് നല്ല ടേസ്റ്റും കൊടുത്തുകൊണ്ട് രുചിയും ഗുണവും ഉള്ളത് കൊടുക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് ഇതിൻ്റെ ദോഷം ഒന്ന് പറഞ്ഞിട്ട് നോക്കാം. അപ്പം അതായത് ഈ ജങ്ക് ഫുഡിൻ്റെ പ്രധാന ദോഷം ഒന്ന് അമിതവണ്ണമാണ്, അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഭയങ്കര വണ്ണത്തിൽ കാണാം. അപ്പം അതിൻ്റെ കാരണം കലോറി വളരെയധികം ഉള്ളതാണ് ഈ ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് കഴിക്കുന്നതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പൊണ്ണത്തടി വെക്കാനുള്ള ഒരു കാരണം, ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക് ഭക്ഷണം കഴിച്ചു എന്നൊരു പൂർണ്ണ തൃപ്തി, നമുക്ക് വയറ് നിറച്ച് കഴിച്ചു എന്നൊരു തൃപ്തി വരില്ല. അതിനാൽ അങ്ങനെ കൂടുതൽ കഴിക്കാനായിട്ട് അതിനോടുള്ള ആസക്തി കാരണം കൂടുതൽ ഇതിലെയും ടേസ്റ്റ് കൂട്ടുന്ന ഫ്ലേവേഴ്സ്, അഡിക്റ്റീവ്സ് ഇത് ഒക്കെ ചേർന്നുള്ളത് കൊണ്ട് കൂടുതൽ കഴിക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ടാണ് പൊണ്ണത്തടികൾ വരുന്നത്. ഒപ്പം അത് ഹോർമോണിൻ്റെ ഇംബാലൻസ് കൂടി ഉണ്ടാക്കും. അപ്പം അതുകൊണ്ടാണ് പൊണ്ണത്തടി വരിക. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളാണ് പരിഗണിക്കുന്നതെങ്കിൽ എല്ലാവരെയും ഈ ജങ്ക് ഫുഡ്സിൻ്റെ ടേസ്റ്റിന് അടിമകളാണ് ഒരു ഭൂരിഭാഗം പേരും. രണ്ടാമത് നമുക്കൊരു വരുന്നൊരു പ്രധാന പ്രശ്നം ഹൃദ്രോഗമാണ്. ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ ജങ്ക് ഫുഡിൽ പ്രധാനമായിട്ടും ഈ ദോഷം വരുത്തുന്ന കൊഴുപ്പുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഇത് പാക്ക് ചെയ്ത ഫുഡിലുള്ള ഉപ്പിൻ്റെ അളവ്, കേടുകൂടാതിരിക്കാനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടാവും. ഇത് രണ്ടും ഹൃദ്രോഗ കാരണമാകുന്ന ഒരു ഘടകങ്ങളാണ് അധികമായാൽ. പിന്നെ അത് രണ്ടാമത്. ഇനി നമുക്ക് മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജങ്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് നമ്മളുടെ പ്രമേഹം. അപ്പോൾ അതിൽ ജങ്ക് ഫുഡിൽ നല്ല അമിതമായിട്ടുള്ള അളവിൽ കാർബോഹൈഡ്രേറ്റ് ചേർത്തിട്ടുണ്ടാവും. നമ്മുടെ പഞ്ചസാര പോലുള്ള പ്രിസർവേറ്റീവ്സ് അതിൽ ചേർക്കും. അപ്പോൾ പഞ്ചസാര എന്ന് പറയുമ്പോൾ പഞ്ചസാര അളവ് കൂടിക്കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയും ഈ അമിത കാർബോഹൈഡ്രേറ്റും കൂടെ കൂടുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉറപ്പായിട്ടും കൂടില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഷുഗർ വരും, പ്രമേഹം വരും. പിന്നെ മറ്റൊരു കാര്യം, ഈ പഞ്ചസാര എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പഞ്ചസാര ആയുർവേദം നിഷ്കർഷിക്കുന്ന പഞ്ചസാരയൊന്നുമല്ല. ആയുർവേദം നിഷ്കർഷിക്കുന്ന പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചസാരം പഞ്ചസാര എന്നാണ്. അതായത് 5 സാധനങ്ങളുടെ സത്ത്, അതായത് ഉണക്കമുന്തിരി, ഇരിപ്പക്കാതൽ, താളിമാതളത്തിന് പഴം, ലന്തപ്പഴം, ഇരട്ടി മധുരം. ഈ 5 സാധനങ്ങളുടെ സത്തായിരുന്നു അതിനെ പ്രോസസ്സ് ചെയ്തെടുത്തിരുന്നതായിരുന്നു പണ്ടുള്ള പഞ്ചസാര. അതായിരുന്നു ആയുർവേദ വൈദ്യന്മാർ മേമ്പൊടി ചേർന്ന് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്നത്തെ പഞ്ചസാര മുഴുവൻ സൾഫർ ചേർന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേടാകാതിരിക്കാനുള്ള കെമിക്കലുകൾ ചേർന്നതാണ്. അതുകൊണ്ട് പഞ്ചസാര ഒരു പ്രധാന പ്രശ്നമാണ്. ഇനി അടുത്തതായിട്ട് ഈ ജങ്ക് ഫുഡ്സ് കൊണ്ടുവരുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ. അപ്പോൾ നമുക്ക് ഇന്ന് ഏതാണ്ട് ഒരു 70 നമ്മളുടെ അടുത്ത് വരുന്ന രോഗികളിൽ, എൻ്റെ ഞാൻ ഒറ്റയ്ക്കായാലും ദേൽ സാറിൻ്റെ കൂടി ഇരിക്കുമ്പോഴായാലും വരുന്നതിൽ നമ്മളുടെ ഡേറ്റയിലനുസരിച്ച് കാണുന്ന ഒരു 70% ആളുകൾക്കും ഫാറ്റി ലിവറാണ്. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഇന്ന് നമ്മൾ കോമൺ പറയും മദ്യപാനമാണ് ഒരു കാരണം, പിന്നെ മറ്റൊന്ന് വിയർക്കാത്തതാണ്, കൂടാതെ അടുത്ത കാരണം ലിവറിൽ വിഷാംശം എത്തുന്നതെന്നാണ് നമ്മൾ ഇക്കോളജിയിൽ പഠിക്കുക. പക്ഷേ ഈ കോളകൾ പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അത് വളരെ അധികമായിട്ട് കഴിച്ചാൽ, അമിത അളവിലെത്തിയാൽ അതും ഫാറ്റി ലിവറിന് കാരണമാകുന്നുണ്ട്. കാരണം അതിൻ്റെ pH അത്രയ്ക്ക് താഴെയാണ്. പിന്നെ നമ്മുടെ ഈ ഫാറ്റി ലിവർ, ഈ ജങ്ക് ഫുഡ് എങ്ങനെയാണ് ഫാറ്റി ലിവറിന് കാരണമാകുന്നത് എന്ന് വെച്ചാൽ, അത് നേരിട്ട്
ഈ കരളിനെ ബാധിച്ചാൽ രക്തത്തിലെ കൊഴുപ്പിനെ സംസ്കരിക്കാനുള്ള കരളിന്റെ ശേഷി കുറയും. അങ്ങനെ കുറയുകയാണെങ്കിൽ കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടും, അങ്ങനെ ഫാറ്റി ലിവർ വരും. ഇനി മദ്യപാനം ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് ഫാറ്റി ലിവർ ഉണ്ടാക്കും. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മുടെ അടുത്തൊരു പ്രശ്നം, ഈ ജങ്ക് ഫുഡ് നമുക്ക് ഉണ്ടാക്കുന്നത് വാതരോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ വാദം രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇക്കോളജിയുടെ ഭാഷയിൽ അത് അസിഡിറ്റി എന്ന ഒരു പ്രതിഭാസം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിലുള്ള ഉയർന്ന ഫ്രക്ടോസ്, അതായത് ഈ പറഞ്ഞ ഇതിലുള്ള ഈ കളറുള്ള പാനീയങ്ങൾ എന്ന് പറയും, കോള, പെപ്സി, സ്പ്രിന്റ് പോലുള്ള കളറുള്ള പാനീയങ്ങളിൽ ഉയർന്ന അളവിൽ ചേർക്കുന്ന ഫ്രക്ടോസ്, കൂടാതെ കേടുകൂടാതിരിക്കാൻ ഉള്ള ഇപ്പൊ മാംഗോ ഫ്രൂട്ടി എന്നൊക്കെ, ടൂട്ടി ഫ്രൂട്ടി എന്നൊക്കെ പറയുന്നതാണ് ഉദ്ദേശിക്കുക. അതിൽ ഉയർന്ന അളവിലുള്ള പഞ്ചസാര, പിന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ഇത് എല്ലാം കൂടെ ഫ്രക്ടോസ് ചേരുമ്പോൾ അത് കിഡ്നികളെ കേടാക്കുന്നതാണ്. ഇനി അടുത്ത ജങ്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരു പ്രശ്നം ദഹന പ്രശ്നമാണ്. അപ്പൊ ദഹന പ്രശ്നം എന്ന് പറയുമ്പം ജങ്ക് ഫുഡുകളുടെ ഇതെല്ലാം അസിഡിറ്റിക് ആണ്. നമ്മൾ പറയുന്നുണ്ടല്ലോ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ബേക്കറികൾ, അച്ചാറുകൾ, ഉപ്പിലിട്ടതെല്ലാം അസിഡിറ്റി കാരണമാണ്. ഉപയോഗിക്കാതിരിക്കുക പരമാവധി. അഥവാ ഉപയോഗിച്ചാൽ 3 മണിക്കൂർ കഴിയുമ്പോൾ സലാഡ്, കുക്കുംബർ ജ്യൂസ് പോലെ ഏതെങ്കിലും ആൽക്കലൈൻ ജ്യൂസ് കുടിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഈ ദഹനം പ്രശ്നത്തിന് കാരണം ദഹന പ്രശ്നം ഉണ്ടാക്കും, മലബന്ധവും ഉണ്ടാക്കും, ദഹന പ്രശ്നവും ഉണ്ടാക്കും ആകുന്ന ഒന്നാണ് ഈ ജങ്ക് ഫുഡുകൾ. അതിൻ്റെ കാരണം ഈ ജങ്ക് ഫുഡുകളിൽ ഫൈബർ കണ്ടന്റ് ഉണ്ടാകില്ല. ഫൈബർ വളരെ കുറഞ്ഞ അളവിലേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഫൈബർ ഇല്ലാത്തത് കൊണ്ട് അത് മലബന്ധം ഉണ്ടാക്കും. മലബന്ധം ഉണ്ടാകുമ്പോൾ അത് അസിഡിറ്റി ഉണ്ടാക്കും. അസിഡിറ്റി ഉണ്ടായി കഴിയുമ്പോൾ അത് അത് നമ്മുടെ ദഹന ദഹനേന്ദ്രിയത്തെ ബാധിക്കും, ദഹന പ്രശ്നങ്ങൾ വരും. പിന്നെ മറ്റൊന്ന്, ഇതിലെ ഉയർന്ന അളവിലുള്ള ആസിഡ്, ഈ പ്രിസർവേറ്റീവ്സ് കേടാകാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മുടെ വയറിലുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയ, നല്ല ബാക്ടീരിയകളെല്ലാം ഇല്ലാതാക്കും. അപ്പം അങ്ങനെയാണ് അത് ദഹനേന്ദ്രിയ വ്യൂഹത്തിനെ ബാധിക്കുക. കുട്ടികളിലൊക്കെ ആണെങ്കിൽ അഡിനോയിഡ് വ്യാപകമാണ്. അഡിനോയിഡ് വന്നു കഴിഞ്ഞാൽ സർജറി ചെയ്യുക, തൽക്കാലം സർജറി ചെയ്യുക എന്ന ഒരു സൊല്യൂഷനെ നമ്മൾ ഇക്കോളജിയിൽ നിർദ്ദേശിക്കുന്നുള്ളൂ. വീണ്ടും വരാതിരിക്കാനായിട്ട് ഈ കാര്യങ്ങൾ എടുക്കുക എന്നാണ് പറയുന്നത്. അഡിനോയിഡിൻ്റെ ഒരു പ്രധാന കാരണം ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന നല്ല രീതിയിൽ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ കണ്ണിൻ്റെ, കാതിൻ്റെ, തലച്ചോറിൻ്റെ, മൂക്കിൻ്റെ ഒന്നും മാലിന്യം ഇടിഞ്ഞ് താഴേക്ക് വന്ന് മോഷന്റെ കൂടെ പോകാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുക. അതിനൊരു പ്രധാന കാരണം മലബന്ധമാണ്. ഈ മലബന്ധം ഉണ്ടാക്കുന്നതിന് ഒരു കാരണം നാരുകളില്ലാത്ത ഈ ജങ്ക് ഫുഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇനി പല്ലിന് കേട്, അടുത്തൊരു പ്രശ്നം. ജങ്ക് ഫുഡ് അധികമായിട്ട് ഉപയോഗിച്ചാൽ പല്ലിന് കേടുണ്ടാകും. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അസിഡിറ്റി മൂലം, അസിഡിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് പല്ലിന് കേടുണ്ടാക്കും. മറ്റൊന്ന്, ഈ ആഹാരാവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കുടുങ്ങിയിരുന്നിട്ട് അതിൽ ബാക്ടീരിയ പ്രവർത്തിച്ചിട്ടും നമുക്ക് ഈ കേടുകൾ, പല്ല് കേട്, മോണയ്ക്കുള്ള അസുഖങ്ങൾ എല്ലാം ഉണ്ടാക്കും. മറ്റൊന്ന്, ഇതിൻ്റെ അസിഡിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി പല്ലിൽ നിന്നുള്ള കാൽസ്യത്തെ ശരീരം വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയും പല്ലിന് കേടുവരും. പിന്നെ അടുത്തതായിട്ടുള്ളൊരു ഒരു പ്രശ്നം കാണുന്നത് പ്രതിരോധ ശേഷി നമ്മളുടെ കുറയ്ക്കും ജങ്ക് ഫുഡ്സുകൾ. നമ്മളുടെ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികളെ പ്രതിരോധ ശേഷി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അണുബാധകൾക്കെതിരെ, ആദ്യം പറഞ്ഞ തക്കാളി പനി, സയൻസ് പറയുക കോക്സാക്കി വൈറസ് കാരണമുള്ള പനിയാണെന്നാണ് പറയുക. അപ്പോൾ അത് വൈറസ്, എന്താ വൈറസ് എന്ന് പറയുമ്പോൾ ഒരു അണുബാധയല്ലേ? ആ അണുബാധ വരാനുണ്ടാകുന്ന അണുബാധകൾക്കെതിരെയുള്ള പ്രതിരോധ ശേഷി, അത് കോക്സാക്കി വൈറസ് മാത്രമല്ല, മുണ്ടിനീര് പോലെ വേറെ
മറ്റ് ബാക്ടീരിയൽ രോഗങ്ങൾക്കും വൈറൽ രോഗങ്ങൾക്കും എല്ലാം കാരണം ശരീരത്തിലെ മാലിന്യങ്ങളും പ്രതിരോധശേഷി കുറവാണ്. അപ്പോൾ ആ കൊച്ചുകുട്ടികൾ കൂടെ ഒരാഴ്ച സ്കൂളിൽ പോയാൽ അടുത്ത ആഴ്ച പനി വരും. ഒരാൾക്ക് ഒരു കുട്ടിക്ക് പനി വന്നാൽ എല്ലാവർക്കും വരും, അല്ലെങ്കിൽ ജലദോഷം വന്നാൽ എല്ലാവർക്കും വരും. അപ്പോൾ പറയും ഒരാഴ്ച സ്കൂളിൽ വിടണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം അവരുടെ ആ വൈറസ് ഇങ്ങോട്ട് വന്ന് നമ്മളെ അഫക്റ്റ് ചെയ്യാനുള്ള കാരണം ഈ നമ്മുടെ പ്രതിരോധ ശേഷിയുടെ കുറവാണ്. ആ പ്രതിരോധ അണുബാധകൾക്കെതിരെ, അതായത് ശ്വാസകോശ അണുബാധകൾ, ലങ്സിൽ മാലിന്യം ഉണ്ടെങ്കിൽ ശ്വാസകോശ അണുബാധയാകും. വയറിളക്കത്തിനെതിരെ വയറിളക്ക രോഗങ്ങൾ ഇതാണ് ഒക്കെ വരും. അതിനൊരു കാരണം ഈ ജങ്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു അസിഡിറ്റിയാണ്. അതിൻ്റെ ഇതും ശരീരത്തിൽ നിൽക്കുന്നതാണ്. ഇനി വേറെ ഒന്നുള്ളത്, ഇതിന് ഈ വിഷാദ രോഗങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാരണമാണ് ഈ ജങ്ക് ഫുഡ്സ്. അതായത് അധികമായാൽ, ഈ ജങ്ക് ഫുഡ്സിൻ്റെ അളവ് അധികമായാൽ അമിനോ ആസിഡുകൾ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ കൊടുക്കുന്ന അമിനോ ആസിഡുകൾ ചില പോഷകങ്ങൾ, അതായത് ബ്രെയിനിന് കിട്ടേണ്ട ചില പോഷകങ്ങളുണ്ട്, ടിർപ്റ്റോപ്പൻ എന്നൊക്കെ പറയുന്ന പോഷകങ്ങൾ ലഭിക്കാതെ വരും. അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് വിഷാദ രോഗങ്ങളിലേക്ക് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഉണ്ടാകും. ഓർമ്മക്കുറവ് വരാനുള്ള ഒരു കാരണം പഞ്ചസാര അല്ലെങ്കിൽ കൊഴുപ്പ്. ഈ പറഞ്ഞ കെമിക്കൽ പഞ്ചസാര, കൊഴുപ്പ് അധികമായാൽ തലച്ചോറിലുള്ള പെപ്റ്റൈഡ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് സിനാപ്പ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ട് നമുക്ക് ഓർമ്മക്കുറവ് നല്ല രീതിയിൽ പിന്നീട് ഉണ്ടാകും. പിന്നെ അടുത്തൊരു പ്രശ്നം കാഴ്ച കുറവാണ്. കാഴ്ച കുറയ്ക്കാനുള്ള ഒരു കാരണം, ഈ കുട്ടികൾ 3-5 വയസ്സ് മുതൽ ഇപ്പോൾ കണ്ണട വെക്കുകയാണ്, നല്ല കട്ടിയുള്ള കണ്ണട വെക്കുകയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ണട വെക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ ജങ്ക് ഫുഡ്, വിറ്റാമിൻ എയുടെ, ആദ്യം പറഞ്ഞു വിറ്റമിൻസ് അതിലില്ല, വിറ്റാമിൻ എയുടെ അഭാവം ഈ കണ്ണിൻ്റെ കാഴ്ചക്കുറവിനൊരു കാരണമാണ്. മറ്റൊന്ന്, അതിൽ ഈ പറഞ്ഞ പോഷകങ്ങൾ, കണ്ണ് രോഗം, കണ്ണിന് ഇത്ര പെട്ടെന്ന് തന്നെ കണ്ണട വെക്കുന്നതിൻ്റെ ഒരു കാര്യം കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസിൻ്റെ അഭാവം കൂടിയാണ്. അതായത് കണ്ണിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. നമ്മുടെ ഈ കണ്ണട എന്താണ് ചെയ്യുക, കണ്ണട ഒരു വസ്തുവിനെ അടുത്തും അകലെയും കാണിച്ചു തരാൻ സഹായിക്കുന്ന പോലെ തന്നെ ഈ കണ്ണിൻ്റെ ഉള്ളിലെ ലെൻസ് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കാണിക്കുക. അപ്പോൾ ആ മസിലുകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിന് കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കാൽസ്യം, മഗ്നീഷ്യമാണ്. അപ്പോൾ ഇത് വളരെ കൂടിയ അളവിൽ നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് തന്നെ ശീലമാകുമ്പോൾ അതിൻ്റെ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി കാൽസ്യം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നീട് തലവേദനയായി മറ്റു പ്രശ്നങ്ങളായിട്ട് വന്ന് കണ്ണട വെക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ശ്രദ്ധ കുറവ്, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, ഹൈപ്പർ ആക്ടിവിറ്റി, പിന്നെ ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ന്യൂറോളജിക്കൽ ഡിസോർഡറിൽ വരിക. പിന്നെ മറ്റൊന്ന് ആദ്യം പറഞ്ഞിരുന്നു, ഈ പ്രതിരോധശേഷി കുറയും, അണുബാധകൾക്ക് കാരണമാകും. അങ്ങനെ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാണ്. അതായത് എപ്പോഴും ചുമ, അതല്ലെങ്കിൽ ന്യൂമോണിയ, അതുപോലെ തന്നെ ഡിഫ്തീരിയ, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് അണുബാധയ്ക്കെതിരെ നമുക്ക് പ്രതിരോധശേഷി കുറയുന്നത് കൊണ്ടും മാലിന്യം ഉള്ളത് കൊണ്ടുമാണ്. ഇത് മാലിന്യം, ജങ്ക് ഫുഡ് മാലിന്യം ഉണ്ടാക്കുകയും ചെയ്യും, ഒപ്പം അസിഡിറ്റി കൂട്ടുകയും ചെയ്യും, പ്രതിരോധ ശക്തി അതുകൊണ്ട് കുറയുകയും ചെയ്യും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗർഭകാലത്തും അതുപോലെ മുലപ്പാൽ കൊടുക്കുന്ന സമയങ്ങളിലും ഉള്ള പോഷകക്കുറവ്, അമ്മമാരിൽ ഉണ്ടാകുന്ന പോഷകക്കുറവ് രണ്ടുപേർക്കും, അമ്മയ്ക്കും കുട്ടികൾക്കും, ക്യാൻസർ, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, ഷുഗർ പ്രശ്നങ്ങൾ, BP-യുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനിത് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ആരും ഇതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇന്ന് ചെറിയ 10 വയസ്സിൽ താഴെയുള്ള ഇന്നലെയുമായിട്ട് 6 കുട്ടികളുടെ അമ്മമാരാണ് വിളിച്ചിട്ട് എന്താ ചെയ്യുക എന്ന് ചോദിക്കും.
അവര് പറയുന്ന നമുക്ക് കിട്ടുന്ന മറുപടി പിന്നെ ഫോണിലുണ്ട്. അപ്പൊ അത് പറഞ്ഞ ആളുടെ ഇത് നമുക്കത് പറയുക. അവർ പറഞ്ഞത് ആരാണെന്ന് പറയുന്നത് ഒരു ശരിയായ സംഗതി അല്ലാത്തതുകൊണ്ട് ഇല്ല. ഇവരെല്ലാവരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ അവര് പച്ചക്കറികൾ കഴിക്കൂല, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കില്ല, അവർക്ക് വറുത്തതും പൊരിച്ചതും മാത്രം മതി. ആദ്യം പറഞ്ഞതുപോലെ വറുത്തതും പൊരിച്ചതും ഇതുപോലെ തന്നെ വരുന്ന കൊഴുപ്പ് കലോറി കൂടിയൊരു ഒരു ഫുഡാണ്. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഇത് നമ്മളുടെ ആചാര്യൻ ചോദിക്കുന്ന പോലെ തന്നെ ഇതാരാണ് അവരെ പഠിപ്പിച്ചത്? അതിന്റെ ഉത്തരവാദി മാതാപിതാക്കൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ അവര് കഴിക്കൂല എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇന്നലെ ഒരു കുട്ടിയുടെ പറഞ്ഞത്, ഒരു കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: അമ്മ, എനിക്ക് ഭയങ്കര വയറുവേദനയാണ്, എൻ്റെ കുണ്ടിൽ പുഴു കടിക്കുന്നു. അതായത് വേദയാണ്, വേരബാധ വന്നിരിക്കുകയാണ്. വേരബാധ വന്നിട്ട് ഭയങ്കര കടിച്ചിലാണ്. അപ്പൊ അത് കാരണം ഒരു 6 വയസ്സ് കുട്ടിയാണ്. അപ്പൊ അവർക്ക് പേരക്ക കൊടുക്കാൻ പറഞ്ഞു. പേരക്ക കഴിക്കത്തേ ഇല്ല, നാടൻ പേരക്ക കഴിക്കത്തേ. ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു, അതും കഴിക്കാൻ മടിയാണ്. ഒരു തെറ്റുകൂടി അവർ ചെയ്തു. അതായത് 6 മാസത്തിൽ ഒരിക്കലും കൊടുക്കേണ്ട വിരഗുളിക എല്ലാ 2 മാസം ആ കുട്ടിയുടെ അമ്മ കൊടുക്കുവാൻ. അപ്പൊ കൊടുത്തിട്ട് ഇപ്പൊ ഭയങ്കര ക്ഷീണം, നിരന്തര പനി. പല ക്ലാസ്സുകളിലും പറയുന്നതാണ്, വിരമരുന്ന് കുട്ടികൾക്ക് കൊടുക്കരുത്. അഥവാ കൊടുക്കേണ്ടി വന്നാൽ, ഇപ്പൊ നമുക്ക് കമ്പൽസറി ആയിട്ട് സ്കൂളിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടി വരും. 6 മാസത്തിൽ കൊടുക്കേണ്ടി വന്നാൽ 7 ദിവസത്തേക്ക് വിറ്റമിൻ ബി കോംപ്ലക്സ് സിറപ്പ് 2 നേരം കൊടുക്കണമെന്നും, അല്ലാത്ത സമയങ്ങളിൽ 1 നേരം കൊടുക്കണമെന്നും പല ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വിറ്റമിൻ ബി കോംപ്ലക്സ് നിങ്ങൾ കൊടുത്തിരുന്നോ? എന്തിനാണ് ഇങ്ങനെ എല്ലാ മാസവും 2 മാസവും കൂടുമ്പോൾ ഒരേ മാസവും കൊടുത്തുകൊണ്ടിരുന്നത് ചോദിച്ചപ്പോൾ, ആദ്യമേ പോയപ്പോൾ ഡോക്ടർ അതാണ് തന്നത്, അതുകൊണ്ട് കൊടുത്തു. കരള് പോയിട്ടുണ്ടാവില്ലേ ആ കുട്ടിയുടെ? ഇതിന്റെ വിര പോകുന്നുള്ളത് ശരിയാണ്, ഇത് സിവിയർ വിഷമാണ്, പോയിസണാണ്. അപ്പൊ അത് വിര പോകുന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതിന്റെ സെഡമെന്റ്സ് കരളിൽ നിൽക്കുന്നതായിരിക്കില്ലേ? ഒരു 3 പഴുത്ത 6 വയസ്സ് കുട്ടിയുള്ളൂ, ഡെയിലി ഒരു 3 ചെറിയ നാടൻ പേരൊക്കെ ആണെങ്കിൽ 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം 4 ദിവസം കൊടുത്താൽ ആ വിര പോകുകയും. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്, വിര ആദ്യം പറഞ്ഞു ദഹന പ്രശ്നങ്ങൾക്ക് ഒരു കാരണം ജങ്ക് ഫുഡ്സ് ആണ്. ഈ വിര വരിക എന്ന് പറഞ്ഞാൽ ദഹനം പൂർത്തിയാവാത്ത, അതായത് ജീർണനം സംഭവിച്ചത്, പാതി ദഹിച്ച ആഹാരം ഇതിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ കുടലിനുള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. ആ ആഹാരം പാതി ദഹിച്ചെടുത്ത് മാത്രമേ പൂർണ്ണമായി ദഹിച്ചെടുത്ത് വിര എന്ന ഒരു ജീവി വരികയേയില്ല. ദഹനം പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അത് അമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. വിര വരുന്നു പറഞ്ഞാൽ അർത്ഥം ദഹനം പ്രോപ്പർ അല്ല. ഇനി പഴുത്ത പേരയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് തുമ്പക്കുടം അല്ലെങ്കിൽ അതിൻ്റെ ഇത് അരച്ചിട്ട്, തുമ്പക്കുടത്തിന്റെ മുകളിലുള്ള ഇലയും തണ്ടും അരച്ചിട്ട് തേനി ചാലിച്ചിട്ട് ഒരു 3 ദിവസം കൊടുത്താൽ ഈ വിര പോയിക്കൊള്ളൂ. അതുമല്ല, ഇത് രണ്ടും കിട്ടുന്നില്ല, ഫ്ലാറ്റിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു 3 ദിവസം വേവിക്കാത്ത ഫുഡ് മാത്രം കഴിച്ചാൽ, കൊച്ചുകുട്ടികൾ അങ്ങനെ ഷെയ്ക്ക് പോലെയുള്ള കഴിച്ചാൽ അങ്ങനെയും വിര പോയിക്കൊള്ളൂ. അത് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ സമയമൊക്കെ പോകുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഈ കുട്ടികളെ ഈ ജങ്ക് ഫുഡ് ശീലത്തിൽ പോയവരെ മടക്കി, അതിന്റെ ആ ഇതിൽ നിന്ന് എങ്ങനെ മടക്കി കൊണ്ടുവരാം, അതല്ലെങ്കിൽ എങ്ങനെ അവരുടെ പ്രതിരോധശേഷി കൂട്ടി നിർത്താം? അപ്പൊ അതിന് കൂടെ പനി, അതല്ലെങ്കിൽ ഒരാഴ്ച സ്കൂളിൽ പോയി ജലദോഷം ഒരു കുട്ടിക്ക് വന്നു, അടുത്ത ആൾക്ക് വന്നു, അത് അവര് വന്ന് വീട്ടിൽ കൊണ്ട് തന്നു, നമ്മളങ്ങനെ പറയുന്നുണ്ടല്ലോ ഇവര് കൊണ്ട് തന്നാണെന്ന്. അപ്പൊ അത് വ്യക്തമായ സൂചന എന്താണെന്ന് വെച്ചാൽ പ്രതിരോധശേഷി ഇല്ല, ഒപ്പം പോഷണക്കുറവുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ ഉള്ളതിന് വളരെ ബെസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്ന, വളരെ ടേസ്റ്റി ആയിട്ട് കൊടുക്കാവുന്ന, കുട്ടികൾ ആസ്വാദ്യമായിട്ട് ജങ്ക് ഫുഡ് പോലെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ഫാർമർ ഫസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഗ്രാൻഡ് മിക്സ് എന്ന് പറയും. ഇതാണ് സാധനം.
അപ്പം ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം ഇതിൽ ചേർത്ത് ഇതിൻ്റെ അകത്ത് ഉള്ള ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബ്ലാക്ക് റൈസ് ആണ്. ബ്ലാക്ക് റൈസ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് രാജാക്കന്മാർ കഴിച്ചിരുന്ന അരി എന്നാണ് പറയുക. അതായത് രാജാക്കന്മാർക്ക് എപ്പോഴും യുദ്ധം ചെയ്യൽ, യാത്രകൾ, ശരീരബലം കൂടുതൽ വേണം. അപ്പം അതിന് വളരെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ പാകിസ്ഥാൻ ആ സ്ഥലങ്ങളിൽ ഗാന്ധാര ദേശത്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അപ്പം എന്തായാലും ബ്ലാക്ക് റൈസ് ആണ് അതിൽ ഒരു ശരീരബലത്തിന് ഉപകരിക്കുന്ന ഒരു ഘടകമാണ്. ബ്ലാക്ക് റൈസ് ആണ് ഒരു ഘടകം. രണ്ടാമതുള്ള ആൽമണ്ട് ആണ്, അതായത് ബദാം. അതെല്ലാവർക്കും അറിയാം. അപ്പം ആൽമണ്ട് ഉണ്ട്. പിന്നെ മൂന്നാമത് ചേർത്തിരിക്കുന്നത് ആരോ റൂട്ടാണ്, നമ്മുടെ കൂവ. അതിൽ നമ്മുടെ വെള്ളക്കൂവ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്ത് കൂവയുണ്ടെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാം. വെറുതെ മധുരക്കിഴങ്ങ് കഴിക്കും പോലെ പച്ചയ്ക്ക് കഴിക്കാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആരോ റൂട്ട് ഉള്ളവർ ആരോ റൂട്ട് കഴിക്കാം. പിന്നെ ഇതിൽ ഫ്ലേവറിന് വേണ്ടി ചേർത്തിരിക്കുന്നത് നമ്മുടെ ഏലക്കാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് മിക്സ് എടുത്തിട്ട് തേങ്ങാപ്പാലിൽ വെറുതെ കഴിച്ചാൽ അത്ര ടേസ്റ്റ് ആവില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കഴിച്ചാൽ നമ്മളെ ഷാർജ ഷെയ്ക്ക് പോലുള്ള അതുപോലെയുള്ള ഷേക്കിനെ തോൽപ്പിക്കുന്ന ടേസ്റ്റാണ്. ഒരു ഗ്ലാസ് കഴിച്ചാൽ ഒരു ഗ്ലാസ് കൂടി വേണമെന്ന് പറയും. തേങ്ങാപ്പാൽ ശർക്കരപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം അതൊരു ബെസ്റ്റ് സൊല്യൂഷനാണ്. അപ്പോൾ ഞാനത് ഇനി 2-3 എണ്ണം കൂടി ഒരു 8-10 അറിവിലേക്കായിട്ട് പറയുകയാണ്. ഈ ജങ്ക് ഫുഡിൽ നിന്ന് കുറയ്ക്കാനോ അഥവാ ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ അത് കഴിച്ചതിൻ്റെ ദോഷം മാറ്റാൻ വേണ്ടിയിട്ടോ ഈ ഫുഡിലേക്കെങ്കിലും വരണം. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ ജ്യൂസിൽ അവക്കാഡോയും നിലക്കടല ഒരു പിടി കുതിർത്ത് തേങ്ങാപ്പാൽ ചേർത്ത് ശർക്കരപ്പൊടി ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ, ഇത് ഫ്രീസ് ചെയ്ത് കൊടുത്താൽ ഐസ്ക്രീം കഴിക്കുമ്പോൾ അവർ കഴിച്ചോളും. നല്ല വണ്ടർഫുൾ ഒരു ഇതാണ്. ഇനി മുലപ്പാലില്ലാത്ത അമ്മമാർക്ക് കുട്ടികൾക്ക് കൊടുക്കാം. കരിമ്പിൻ്റെ ജ്യൂസിൽ അവക്കാഡോ ഒരു 1-2 നിലക്കടല മാത്രം ചേർത്ത് അടിച്ചു കൊടുത്താൽ ഈ മുലപ്പാലിന് പകരം നിൽക്കില്ല, പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സൊല്യൂഷനാണ്. ഒരു സൊല്യൂഷനല്ല, ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്നത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഈ പ്രതിരോധശേഷി കൂട്ടി നിർത്തി ഇതിന് നമ്മുടെ പറ്റുന്ന ഒരു സാധനമാണ് കരിമ്പ് ജ്യൂസ്. കിട്ടുമെങ്കിൽ ബ്രെയിനിന് കിട്ടേണ്ട ഒരു മൂലകമായ കാർബോഹൈഡ്രേറ്റ് അല്ല, ഗ്ലൂക്കോസ് ആണ്. എങ്കിൽ പോലും കരിമ്പിന്റെ ജ്യൂസിന് മുൻഗണന. അതല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസ്, തണ്ണിമത്തൻ്റെ ജ്യൂസോ എനി ഫ്രൂട്ട് ജ്യൂസിൽ നിങ്ങൾ നമ്മുടെ പഴുത്ത നാടൻ പേരക്ക വളരെ ശരീരത്തിൽ ആസകലമുള്ള ടോക്സിൻസിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ ഏറ്റവും നല്ല സാധനമാണ് നാടൻ പേരക്ക. അത് നാടൻ പേരക്ക കിട്ടുന്നവർ അത് നട്ടുപിടിപ്പിക്കുക, വീട്ടിലുള്ളവർ ഉപയോഗിക്കുക, ഉള്ളവർ ഉണങ്ങി സൂക്ഷിച്ചു വെക്കുക. ഇനി ഇതൊന്നും കിട്ടാത്തവർ നമ്മുടെ ഫാർമർ ഫെസ്റ്റിൽ പേരക്കയുടെ പൊടി ഇറക്കിയിട്ടുണ്ട്. അർക്കാക്കിരൺ എന്ന് പറയുന്ന, അപ്പോൾ എൻ്റെ വീട്ടിലും കൂടി ഉള്ളതാണ്. ആ പേരക്കയുടെ പൊടി അവിടെ അവൈലബിൾ ആണ്. പേരക്ക പൊടി ഉപയോഗിക്കുക. ഇനി ഏത്തപ്പഴം, പിന്നെ ഇഷ്ടമുള്ള പഴങ്ങൾ, അവക്കാഡോ, തേങ്ങാപ്പാൽ, പഴുത്ത മത്തങ്ങ, മഞ്ഞ നിറത്തിൽ പഴുത്ത മത്തങ്ങ, അതും ലങ്സ് ക്ലീൻ ചെയ്യും. ലങ്സിനെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ല സാധനമാണ് മത്തങ്ങ. ലങ്സ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീര ആസകലം ക്ലീൻ ചെയ്യുക എന്നാണ്. അതായത് യഥാർത്ഥത്തിൽ ലങ്സിനെ ശുദ്ധീകരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീര ആസകലം ഈ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് ഓക്സിജനാണ്, രക്തം ശുദ്ധമാക്കി നിർത്തുന്നത്. അപ്പോൾ ലങ്സ് ക്ലീൻ ചെയ്താൽ കൂടുതൽ ഓക്സിജൻ എത്തും, കൂടുതൽ ഓക്സിജൻ നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ രക്തത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളും. അതുകൊണ്ട് മത്തങ്ങ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് കൊടുക്കണം. വേവിച്ചിട്ടല്ല, പക്ഷെ പഴുത്ത മത്തങ്ങ കുട്ടികൾ കഴിക്കാൻ മടിയായതുകൊണ്ട് ഈ ഷേക്കിലേക്ക് ഇടുക. ഇനി അതിനെല്ലാം പൗഡറുകൾ ഇല്ലാത്തവർ ഉപയോഗിക്കുക. ഇനി അടുത്തത് ഓർഗാനിക് മധുരക്കിഴങ്ങ്, ഞാവൽപ്പഴം, പിന്നെ നെല്ലിക്ക പൊടി വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ മുരിങ്ങക്ക നെല്ലിക്ക ചമ്മന്തി കുട്ടികൾ കഴിക്കുമെങ്കിൽ അത് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ നെല്ലിക്ക പൊടി, പിന്നെ നിലക്കടല കുതിർത്തത്, ശർക്കരപ്പൊടി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പലത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മിസ് ചെയ്തിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്. കരിമ്പിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസിൽ പഴുത്ത പേരക്ക, ഏത്തപ്പഴം, ഇഷ്ടമുള്ള പഴങ്ങൾ, അവക്കാഡോ, തേങ്ങാപ്പാൽ, പഴുത്ത മത്തങ്ങ, ഓർഗാനിക് മധുരക്കിഴങ്ങ്, പിന്നെ ഞാവൽപ്പഴത്തിൻ്റെ പൊടി, പിന്നെ നിലക്കടല കുതിർത്തത്, ശർക്കരപ്പൊടിയൊക്കെ ചേർത്തൊരു ഷേക്ക് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കൊടുത്താൽ കുട്ടികൾ കഴിക്കും.
ഇനി അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന വളരെ നല്ലൊരു പാനീയമാണ് നമ്മുടെ ഗ്രീൻ ടീ. ഓർഗാനിക് ഗ്രീൻ ടീയിൽ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. ശർക്കരപ്പൊടി ഇട്ട് കൊടുത്താൽ ശർക്കരയിൽ നിന്ന് അയൺ കിട്ടും. ഹോർമോണിൻ്റെ ഇംബാലൻസ് മാറ്റാനുള്ള സംവിധാനം ആണ്, മാറ്റാനുള്ള കഴിവ് നമ്മുടെ ഗ്രീൻ ടീക്കുണ്ട്. അത് ഒരു തവണ ഉപയോഗിച്ചത് തന്നെ വീണ്ടും നിങ്ങൾക്കത് എടുത്തു വെച്ച് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് അത് ഇറക്കിയിരിക്കുന്നത്. പിന്നെ വണ്ടർഫുള്ളായിട്ട് കുട്ടികൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ. ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക് പ്രോബയോട്ടിക് ബാക്ടീരിയ വളരെ കുറവായിരിക്കും. അപ്പം അതിന് ഈ പുളിക്കാത്ത തൈരുണ്ട്. പുളിക്കാത്ത തൈരിൽ നമ്മുടെ ശർക്കരപ്പൊടി ചേർക്കുക, ഒപ്പം ഒരിത്തിരി ഇഞ്ചി നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. അതായത് ഇഞ്ചി മഗ്നീഷ്യമാണ്, തൈരിൽ കാൽസ്യം ഉണ്ടാവും. കാൽസ്യം മഗ്നീഷ്യം രണ്ടും കിട്ടും. പിന്നെ അതിൽ നിങ്ങൾക്ക് ശർക്കര പൊടി ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് ലസ്സിയാക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് കൊടുക്കാവുന്ന വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് റാഗിയുടെ പൗഡർ ഉണ്ട്. കുറുക്കാക്കി ശർക്കരപ്പൊടി ചേർത്ത് കുറുക്കാക്കി കൊടുക്കാം. നല്ല വണ്ടർഫുൾ, നല്ല റിസൾട്ട് തരുന്ന കാൽസ്യമാണ്. പിന്നെ നമുക്ക് പിന്നെ കൊടുക്കാവുന്നത് ഈ ഏത്തക്കാപ്പൊടി. ഏത്തക്കായുടെ പൊടിയും മധുരക്കിഴങ്ങിൻ്റെ പൊടിയും ശർക്കരപ്പൊടിയും കൂടെ കോമ്പിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് അതിൽ ശർക്കരപ്പൊടി ഇട്ട് കുറുക്കാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഷെയ്ക്കിലാക്കി കൊടുക്കുക, ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസ്. ചെറിയ കുട്ടികളാണെങ്കിൽ കുറുക്കാക്കി കൊടുക്കുക, വലിയ ആൾക്കാർ കുറച്ചുകൂടി മുതിർന്നവരാണെങ്കിൽ ഷെയ്ക്കാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ കറുത്ത എള്ള് കൃഷി ചെയ്തെടുക്കുക. അതിൽ തേങ്ങയും ശർക്കരപ്പൊടിയും ചേർത്തിട്ട് കൊടുക്കുക. അതിൽ വേണമെങ്കിൽ ഈ കറുത്ത എള്ള് നിലക്കടലയും കൂടെ കുതിർത്ത് മിക്സിയിലടിച്ച്, തേങ്ങാപ്പാലും ചേർത്ത് മിക്സിയിലടിച്ച് ശർക്കരപ്പൊടിയും കൂടി ചേർത്തിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾ കുടിക്കുന്ന ഒരു ഫുഡാണ്. ഇനി അടുത്തത് ചെമ്പരത്തിപ്പൂവ്. നമ്മുടെ ചെമ്പരത്തി പൂവ് ഒരു 5-6 എണ്ണം എടുത്തിട്ട് നാരങ്ങാ നീരിൽ ഇട്ട് വയ്ക്കുക. ഒരു 10-20 മിനിറ്റ്, 20-30 മിനിറ്റ് ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ കളർ ഇളകി വരും. അതിൽ ശർക്കരപ്പൊടി ഇട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളറ്, കുട്ടികളുടെ സ്കിന്നിന്, മുഖത്തിനൊക്കെ കളർ വയ്ക്കണമെങ്കിൽ ഇത് കൊടുത്താൽ നല്ല കളറും വെക്കും. അതെന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിയിലുള്ളത് ആന്തോസൈനിൻ അല്ലെങ്കിൽ കൈനിൻ എന്ന് പറയും. കാരണം ഇത് ഇസഡച്ച് എന്നാണ് സ്പെല്ലിങ് എഴുതുക. അപ്പം അത് അങ്ങനെ കൊടുക്കാം. പിന്നെ വേറെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ഗുവാബെറി ജ്യൂസ് കൂടി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പഴുത്ത പേരക്ക 2 എണ്ണം എടുക്കുക, നെല്ലിക്ക 2-3 എടുക്കുക. ചെറു നെല്ലിക്ക ആണെങ്കിൽ 2-3 എടുത്ത്, ഇപ്പോൾ വലിയ നെല്ലിക്ക അല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരിത്തിരി തണുത്ത വെള്ളം ആവശ്യത്തിന് എടുക്കുക. പിന്നെ അതിൽ ശർക്കരപ്പൊടി അതും ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ ഇഞ്ചിക്ക് ഇതെല്ലാം കൂടി നെല്ലിക്ക ചതച്ചിട്ട് നീരെടുക്കണം. പേരക്ക ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കണം. എന്നിട്ട് ഈ വെള്ളവും ശർക്കരപ്പൊടിയൊക്കെ ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ട് തണുപ്പിച്ച് കൊടുത്താൽ കുട്ടികൾ കുടിക്കും. അപ്പോൾ അതിന് വൈറ്റമിൻ സി ധാരാളം ഉണ്ട്, ക്ഷീണം കുറയ്ക്കും. അത് നല്ല ഒരു ജ്യൂസാണ്. പിന്നെ നമുക്ക് കൊടുക്കാവുന്നത് ഈ ദഹനത്തിനൊരു പ്രശ്നം, ഈ ജങ്ക് ഫുഡ് ഭയങ്കര പ്രശ്നം ദഹനത്തിന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഒരു ഡൈജസ്റ്റീവ് എൻസൈം കിട്ടാൻ വേണ്ടി ഞാനങ്ങനെ ഒരു പേര് ഇട്ടെന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പപ്പായപ്പഴം ഒരു കഷ്ണം എടുക്കുക. പിന്നെ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കടയിലൊക്കെ, പീച്ച് പഴം എന്ന് പറയും. അത് ഒരെണ്ണം 1-2 എടുക്കുക. പൈനാപ്പിൾ എടുക്കുക ഒരു കഷ്ണം. ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ട് ശർക്കരപ്പൊടി ഇട്ട് ഫ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ അനേകം ജ്യൂസുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇനി നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ പറയാം. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ജങ്ക് ഫുഡ്, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, 6 മാസം പ്രായമായ ഒരു കുട്ടി, അതിപ്പോൾ ഇവിടെ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, 6 മാസം മുതൽ 5 വയസ്സിനുള്ളിൽ കുട്ടികൾ ക്യാൻസറുമായിട്ട് നമ്മുടെ അടുത്ത് വരികയാണ്. എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട്. ഇത് ആരുടെ തെറ്റായിരിക്കും ക്യാൻസർ ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം? ഒന്നുകിൽ കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ജനിച്ച ശേഷം തെറ്റായത് കൊടുത്തത് കൊണ്ടായിരിക്കാം. അപ്പം അതാണ് ഈ ജങ്ക് ഫുഡിൻ്റെ അപകടം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ജങ്ക് ഫുഡൊക്കെ നമ്മൾ ധാരാളം എല്ലാവരും അത് തന്നെയാണ് കഴിക്കുന്നത്. അതിൻ്റെ അപകടങ്ങൾ തിരിച്ചറിയുക, പ്രത്യേകിച്ച് ഈ എണ്ണ. അപ്പം ഇതിന് എണ്ണ കലർന്ന, ഞാൻ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, കുട്ടികൾ കരയുമ്പോൾ എല്ലാവരും മേടിച്ചു കൊടുക്കുന്ന
നമ്മുടെ കോള പെപ്സി പോലെയുള്ള ഒരു ഇതും ഒരു ലേസുമാണ്. ലെയ്സ് അത് ഞാൻ എടുത്തു പറയാൻ വിട്ടുപോയ കാര്യമാണ്. ലെയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കേസ് ലെയ്സ് നമ്മുടെ ഇപ്പോഴത്തെ കേസ് GMCD എന്നുള്ളതാണ്. ഉരുളക്കിഴങ്ങ് ലേസ് ആയിരിക്കും, പൊട്ടറ്റോ ലേസ് ആണ് കൂടുതൽ ഉള്ളത്, മറ്റു ലേസുകളും ഉണ്ട്. ഇതെല്ലാം GMCD ആണ്. ഇതിന് ഭയങ്കരമായ അപകടങ്ങളുണ്ട്. അതുപോലെ ഈ വറുത്തത് നമ്മുടെ വൈകുന്നേരം സായാഹ്നങ്ങളിലൊക്കെ പോയാൽ ബജിക്കടകൾ കാണാം. കഴിഞ്ഞ മാസം നമ്മുടെ അടുത്ത് വന്ന ഒരു പെൺകുട്ടി 23 വയസ്സ്, തലയിൽ എണ്ണ തേക്കണ്ടെന്നാണ് പറയുക, എപ്പോഴും എണ്ണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കണം. അവക്കാഡോ പോലെയൊന്നും കഴിക്കുന്നില്ല, അത് കഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ ദിവസവും അവർ വൈകുന്നേരത്തെ ഭക്ഷണം ഈ ബജിക്കടയിൽ വരുന്ന ബജിയാണ്. ആ ബജി കഴിക്കുമ്പോൾ അതിൻ്റെ എണ്ണ അത് എണ്ണയല്ല, അത് കെമിക്കലാണ്. അതായത് മണ്ണെണ്ണ പോലെ എന്തോ, ദയാൽ സാർ പറയുന്നതാണ്, കളർ മാറ്റിയ മണ്ണെണ്ണയാണ് ഏറ്റവും കൂടുതൽ, കളറില്ലാത്ത മണ്ണെണ്ണയാണ് അതിൽ മിക്സ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അത് തലയിൽ തെളിഞ്ഞ് വന്നിട്ടായിരുന്നു ഇത്. അതായത് തലയിൽ നല്ല എണ്ണമയമാണ്. തലയിൽ മുടിക്കിടയ്ക്ക് എപ്പോഴും മുടി കഴുകണം. അതിന്റെ പ്രധാന കാരണം കിട്ടുന്ന ഭക്ഷണം ബജിയായിരുന്നു, മുളക് ബജി, പിന്നെ മറ്റെന്തൊക്കെ ഏത്തക്കാ ബജി എന്തൊക്കെയോ. അത് ഇന്ന് തിരിച്ചറിയേണ്ട കാര്യം അത് എണ്ണ അല്ല. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയുടെ ഇത് അങ്ങനെ അവിടെ അതിൽ ഇരിക്കില്ല, അത് കഴുകിയ പോവും. ഇത് പോകത്തില്ല, എണ്ണ തേക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള അനേകം കേസുകൾ വരുന്നുണ്ട്. ഞാൻ പിന്നെന്താണ്, കഴിഞ്ഞ ദിവസം ഒരു കുട്ടീനെ കൊണ്ടുവന്നു. 2 വയസ്സാണ്, 2 വയസ്സായിട്ടില്ല. അപ്പൊ ശരീരം മുഴുവൻ കറുത്തിരിക്കുകയാണ്. കാരണം അമ്മ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് മാത്രമേ കഴിക്കൂ. അതാണ് സ്വിഗ്ഗിയോ ഓർഡർ ചെയ്ത് വരുത്തുന്നത്. അപ്പൊ കുട്ടിക്ക് ഉള്ള കളറ് മാറി, കുട്ടിയുടെ കളറ് മാറി. 1.5 വയസ്സ് കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അപ്പൊ അമ്മ എന്താണ് കഴിക്കുന്നത്, അപ്പൊ അതിന് മെഡിസിൻ തരവുന്നാ ചോദിക്കുന്നത്. 6 മാസത്തിൽ താഴെയുള്ള കുട്ടിക്ക് നമുക്ക് മെഡിസിൻസ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. ഹോമിയോയുടെ ചെറിയ മെഡിസിൻസ് കൊടുക്കാനേ പറ്റും. അമ്മ തിരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അമ്മ ഇത് ഇങ്ങനെ അറിവില്ലായ്മയാണ്. ഇപ്പൊ ദയാൽ സാർ പഠിപ്പിക്കുന്ന പ്രധാന ഒരു രോഗ കാരണം അറിവില്ലായ്മ. എന്തറിവില്ലായ്മ എന്ന് ചോദിക്കും. മനസ്സിന്റെ മാലിന്യമാണ് രോഗം. മനസ്സിന്റെ മാലിന്യം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: നമുക്ക് എന്തുകൊണ്ടാണ് രോഗം വരുന്നതെന്ന് അറിയില്ല. രോഗം വരാനുള്ളതിന്റെ ഒരു പ്രധാന കാരണം ന്യൂട്രീഷൻ ലോസ്. 4 കാരണങ്ങളാണ്: ശരീരത്തിൽ കിടക്കുന്ന മാലിന്യം, അസിഡിറ്റി, ന്യൂട്രീഷൻ ലോസ്, നമ്മുടെ താളം തെറ്റും. അത് ന്യൂട്രീഷൻ ലോസ് വരുത്തുന്ന ഒരു ഫുഡാണ് ജങ്ക് ഫുഡ് എന്ന് അറിഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുക. അഥവാ കൊടുത്താൽ അത് തിരുത്താനുള്ള വഴികൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ചെയ്ത് പരമാവധി തിരുത്തുക. ഇത് ഒരിക്കലും കൊടുക്കണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. അതിന് അച്ഛനമ്മമാർ അതിനുള്ള നടപടികൾ എടുക്കുക, അതിനുള്ള അറിവുകൾ നേടുക. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സമയം കുറെ അതിക്രമിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. പിള്ളേർക്ക് മുട്ടയും പാലും ഒക്കെ ഇറച്ചിയൊന്നും കൊടുക്കണ കാര്യം പറഞ്ഞില്ലല്ലോ. മുട്ട ആദ്യം പറഞ്ഞ ജങ്ക് ഫുഡിൽ വരുന്നതാണ്. ജങ്ക് ഫുഡ് അല്ലേ നമ്മളിന്ന് പറഞ്ഞു, ഫാസ്റ്റ് ഫുഡ് പറഞ്ഞില്ലല്ലോ. ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും തമ്മിൽ ഈ ചെറിയൊരു വ്യത്യാസമുണ്ട്. മുട്ടപ്പാല് ഉള്ളത് അസിഡിറ്റി ഉണ്ടാക്കും. നമ്മൾ മുട്ടയുടെ ബേക്കറി മുട്ട പപ്സ് ഉണ്ട്, അല്ലെങ്കിൽ മീറ്റ് റോൾ ഉണ്ട്. അപ്പം അത് ബേക്കറി എന്നൊരു ഒറ്റ കൺസെപ്റ്റ് പറഞ്ഞു പോകുമ്പോൾ അതിലുള്ളതാണല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തു പറയാത്തത്. താങ്ക് യു സാറേ. നമസ്കാരം. നമസ്കാരം. ഇത് എള്ള് മുളപ്പിച്ചിട്ട് ഇതാക്കണമെന്നുള്ളതാണ്. കുറച്ചും കൂടി ഗുണം കിട്ടൂല മുളപ്പിച്ച് കഴിഞ്ഞാൽ? വേണ്ട, കുതിർത്താ മതിയോ? എള്ള് കുതിർത്തോളൂ. എള്ള് കുതിർത്തിട്ട്, എള്ള് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എള്ള് നിലക്കടലയും കൂടെ കുതിർത്തിട്ട് ഇത്തിരി തേങ്ങാപ്പാൽ ചേർത്ത് മിക്സിയിൽ അടിച്ചോളൂ. അപ്പം നല്ല പ്രോട്ടീൻ ആയിരിക്കും, മുടിക്ക് നല്ലതായിരിക്കും, സ്കിൻ തിളക്കം ഉണ്ടാവും.
കറുത്ത എള്ളാണോ വെളുത്ത എള്ളാണോ നല്ലത്? കറുത്ത എള്ളെന്ന് പറഞ്ഞാൽ എള്ളിന് കറുപ്പ്, നമ്മുടെ കറുപ്പ് എള്ളെന്ന് പറഞ്ഞാൽ മെലാനിനാണ്. കറുത്ത എള്ളിൽ മെലാനിൻ കൂടുതലുണ്ട്. വെളുത്ത എള്ള ചിറ്റെള്ളിൽ അത് കുറവാണ്. അപ്പം നമുക്ക് മുടിയൊക്കെ കറുപ്പ് കൊടുത്തു നിർത്തുന്നത് മെലാനിൻ കണ്ടന്റ് ആണ്. ഇപ്പം മെലാനിൻ ഉള്ളത് തന്നെ ഉപയോഗിച്ചോളൂ. മറ്റതിന് വേറെ പ്രശ്നമൊന്നുമില്ല, മെലാനിൻ കുറവാണെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഓക്കെ താങ്ക് യു. സാർ നമസ്കാരം, ഞാൻ ആമിന, മലപ്പുറത്തുനിന്ന്. എന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ്. 20 വയസ്സായി. 20 വയസ്സാ? 20 വയസ്സായി, മോനാണ്. പല്ലിന് തേയ്മാനം, പല്ല് രാത്രി കടിക്കുക. പല്ലിന് തേയ്മാനം, പല്ല് കടിക്കുന്നത്, ഉറക്കത്തിലെ പല്ല് കടിക്കുന്നത് കാൽസ്യം കുറവായിട്ടാണ് കേട്ടോ. പല്ല് പിന്നെ ഒരു ജാതി ഒരു നിറമില്ല, കളറ് ഒരു എന്താ പോലെ കറുത്ത നിറം വെച്ചോ? കറുപ്പില്ല, കറുപ്പ് ഇങ്ങനെ വൈറ്റ് ആയിട്ട് ഇടക്കിടക്ക് വൈറ്റ് ആയിട്ട് ഒരു ഇത് വരിക. അപ്പൊ അതിനൊരു കാര്യം ചെയ്യുക, ഈ പറഞ്ഞ കാൽസ്യം മഗ്നീഷ്യം കൊടുക്കുക കേട്ടോ. എള്ളും കൊടുക്കുക. ഭക്ഷണം അത് ഗുളിക മാത്രം കൊടുക്കാത്ത പോരാ, ഭക്ഷണത്തിലൂടെയുള്ള കാൽസ്യം മഗ്നീഷ്യം കൂടെ കൊടുക്കുക. പിന്നെ പല്ലിന്റെ ഇവിടെ ഈ ഒരു പല്ല് വരുമല്ലോ, പുതിയ പല്ല്, 20 വയസ്സൊക്കെ ആകുമ്പോ അതിങ്ങനെ ക്രോസിലാ വരുന്നത്. അങ്ങനെ ക്രോസിൽ ഇങ്ങനെ വരുമ്പോ മറ്റേ പല്ലുമേലെ തട്ടും, അവിടെ ഓട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രോസിൽ വരിക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ക്രോസിൽ പല്ലിങ്ങനെ നേരല്ല വരുന്നത്, അത് ക്രോസിലായിട്ടാ വരുന്നത്. ഇങ്ങോട്ട് വരികയാണോ? അടുത്തുള്ള പല്ലുമേലെ അങ്ങനെ തട്ട്, അത് പല്ലിന് ഓട്ട വരും. അപ്പൊ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല, ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി അതിന് എന്താ ചെയ്യണേ? എന്നൊക്കെ പറഞ്ഞത്. അത് പെട്ടെന്ന് അതായത് പല്ല് വരുമ്പോ അതിന്റെ മുകളിലുള്ള ഫ്ലഷ് കാരണം ഉള്ള വേദനയാണോ? അല്ല, വേദന അല്ല, അത് ഈ ഇവിടെ ഇങ്ങനെ കീറിയൊരു പല്ല് വരുമല്ലോ ഉള്ളില്. പല്ല് വരും, പക്ഷെ പറയുമ്പോ എന്താന്ന് മനസ്സിലായി. 18 വയസ്സാകുമ്പോ ഒരു 20 വയസ്സാകുമ്പോ പല്ല് വരുമല്ലോ. അത് മനസ്സിലായി. ആ പല്ല് ഇങ്ങനെ വരുന്നത് ക്രോസിലാണ് വരുന്നത്. അതിങ്ങനെ നമ്മളെ പല്ല് നേരെ ഉള്ളത് വരുന്നുണ്ടോ? വായിലേക്ക് ഇറങ്ങണില്ല. അത് മറ്റേ പല്ല്, അതിന്റെ അടുത്ത പല്ലിനോട് കണ്ട് ചേർത്ത് മുട്ടാൻ പോവുകയാണ് അയിമല്, മറ്റേ പല്ലുമേല്. അപ്പൊ അവിടെ അങ്ങനെ ഓട്ട വരും ആ പല്ല്. അപ്പൊ അത് കീറിയെടുക്കണം. കീറിയിട്ട് സർജറി ഡോക്ടറെ കണ്ടിട്ട് കീറി എടുക്കണം എന്നാ പറഞ്ഞത്. ആ പല്ല്, വരുന്ന പല്ല്, അതിന് ഇനി എന്താ വേറെന്താ മാർഗം? അതിനിപ്പോ വേറെ അങ്ങനെ കീറണം എന്ന് നമ്മൾ പറയണില്ല. എടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ എടുക്കാതിരിക്കാൻ പറ്റില്ല, ക്രോസിലാ വരുന്നത്. രണ്ട് ഭാഗത്തും അങ്ങനെ തന്നെ, രണ്ട് ഭാഗത്തും. എന്റെ ഈ പല്ല് ഇതുണ്ട, ഇവിടെ സ്ഥലമില്ല, കട്ടപ്പല്ല് എന്ന് പറയുന്ന പല്ലാണ്. അതൊന്ന് ക്രോസ് അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങനെ തെരഞ്ഞിരിക്കുകയാണ്, അന്ന് സ്ഥലമില്ല. അവിടെ ഇങ്ങനെ ചെരിഞ്ഞു വന്നാ മറ്റേ പല്ല് അവിടേക്ക് അയന്നേക്കാ ചെല്ലണത്. അതിന്റെ ഇപ്പുറത്തുള്ള പല്ലുമേലേക്കാണ് ചെല്ലണത്. അപ്പൊ അത് അവിടെ ഓട്ടാവും, ആ പല്ല് ഓട്ടാവും. അല്ല, അത് ചെന്നത്തിൽ മുട്ടിയില്ലല്ലോ. കുട്ടിക്ക് കൊടുക്കാ, കുട്ടിക്ക് പറഞ്ഞു തരും. മുട്ടിയാ? മോനുണ്ട്. ഹലോ, ഇത് 90 ഡിഗ്രിയിലാണ് ബാക്കത്തെ പല്ല് വരുന്നത്. 90 ഡിഗ്രിയിൽ ഇങ്ങനെ വരികയാണ്. അതെ. അപ്പൊ അത് അതിന് അത് ഒരെണ്ണം വേണമെങ്കിൽ ഇപ്പോഴത്തെ പല്ലൊരെണ്ണം എടുത്ത് കളഞ്ഞോളൂ, കുഴപ്പമില്ല. പല്ലെടുത്ത് കളയുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്താൽ പ്രശ്നമാണ്. ഓപ്പറേറ്റ് ചെയ്ത് റൂട്ട് കനാലൊക്കെ ചെയ്താൽ പിന്നീട് ഓരോരോ പല്ലുകൾ കേടാം കേട്ടോ. അപ്പൊ ഈ ക്രോസിൽ വരുന്ന പല്ല് കണ്ടെടുത്തൂടെ? അതല്ല നല്ലത്. അത് ഡെന്റിസ്റ്റിനോട് തന്നെ ചോദിക്കും. നമുക്കത് പറയുമ്പോൾ മനസ്സിലാവില്ല, കണ്ട് നമ്മളിത് ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. അല്ല, ഈ പല്ല് വന്നിട്ടില്ല, വരുമ്പോണ്ട കാര്യം പറഞ്ഞത്. വന്നിട്ടില്ല, വരാൻ പോകണ്ടേ? എന്താണ് അത് എനിക്കത് ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നത്. ഡെന്റിസ്റ്റിനെ ഒന്ന് കാണിച്ചോളൂ കേട്ടോ. ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. ശരി. പിന്നെ പല്ല് മൊത്തം പിന്നെ പുളിയുള്ള സാധനങ്ങൾ, ഓറഞ്ചൊക്കെ പോലത്തത്. അതിന്റെ കാരണം ഇതാണ്, പല്ലിന്റെ ഇനാമല് പോയിരിക്കുന്നു. പുളിക്കിന്റെ ഇനാമല് പോയിരിക്കുന്ന കാൽസ്യം മഗ്നീഷ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഹൈലി പല്ല് പുളിക്കുന്നു പറഞ്ഞാൽ ഉമിനീര് അസിഡിറ്റിക് ആണ്, ബ്രെയിനിന്റെ വാട്ടർ അസിഡിറ്റിക് ആണ്, കണ്ണുനീര് അസിഡിറ്റിക് ആണ്. അപ്പൊ ഇപ്പൊ എന്താ കഴിക്കണേ? മഞ്ഞ നിറവും വന്നിരിക്കുന്നു എന്നല്ലേ പറയണേ? മഞ്ഞ നിറമല്ല, വെള്ളം തന്നെ. ഇടക്കിടക്ക് വെള്ളം ഇങ്ങനെ വരുമല്ലോ. എന്തെങ്കിലും വേവിക്കാത്ത ഭക്ഷണം, ജീവനുള്ള ഭക്ഷണം കഴിക്കുവോ? അത് ഈ പറഞ്ഞ ഭക്ഷണമല്ല, എല്ലാ ഭക്ഷണവും നല്ല കഴിക്കും. ഇല്ല, ഇറച്ചി, മുട്ട, എണ്ണയിൽ കുറച്ചൊക്കെ ധാരാളം കഴിക്കില്ലേ? ഒരുപാടൊന്നും, അത് ഇപ്പോഴത്തെ കുട്ടികളല്ല, നമ്മള് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു.
അതിനാണ് പറയുന്നത്. അതിപ്പോ നമുക്ക് അതിനകത്ത് വേറെ ഇത് ഈ സാധനങ്ങളെല്ലാം അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അസിഡിറ്റിയാണ് പല്ലിലെ കാൽസ്യത്തെ അലിയിക്കുന്നത്. ആ കാൽസ്യം പെടുന്ന അലിഞ്ഞ് പോകുന്നോണ്ടാണ് ഈ പുളിപ്പ് വരുന്നത്, പുളിപ്പുണ്ട്. പിന്നെ ചൂടുള്ള വെള്ളം, ചായ ഒന്നും സെൻസിറ്റിവിറ്റി വരുന്നത്. അപ്പൊ അതിന് അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക, എന്നിട്ട് കാൽസ്യം മഗ്നീഷ്യം കൊടുക്കുക കേട്ടോ. പിന്നെ കുക്കുംബറും കഴിക്കണല്ലോ അല്ലേ? കുക്കുംബർ കഴിച്ചാൽ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വയറിലെ അസിഡിറ്റിയാണ് മെല്ലെ മെല്ലെ രക്തത്തിൽ വരിക. രക്തത്തിന്റെ അസിഡിറ്റിയാണ് മെല്ലെ മെല്ലെ മജ്ജയിൽ വരിക, ബോൺമാരോയിലേക്ക് വരിക. ബോൺമാരോ അസിഡിറ്റിക്കും കൂടെ ആയി കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ലോസ് വരും. ന്യൂട്രീഷന്റെ ലോസ് വന്നാൽ പിന്നെ സകല രോഗവും വരും, രക്തം കുറയും, സകല രോഗവും വരും. അതാണ് പ്രശ്നം. അത് പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ കാലിന് പ്രശ്നം, കാലിന്റെ ഇവിടെ ഒരു ഉന്തല്, അത് കാണിച്ചു കൊടുക്കും. കാലിന്റെ ഉന്തല, കാലിന്റെ ഇവിടെ അങ്ങനെ ഒരു ഉന്തല്, കാലിങ്ങനെ നിക്കണേ, കാണിച്ചു കൊടുക്കും. അതിരിക്കണ്ട കാലിന്റെ ഈ വിരലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതായി നിക്കുക. ഒരു വിരലിന്റെ മുകളിൽ കയറി നിൽക്കുകയാണോ? മോറിലല്ല, വിരല് നേരെ നിക്കണേ, പക്ഷെ ഇവിടെ ഈ എല്ലുണ്ടല്ലോ കാലിന്, ഇവിടെ അങ്ങനെ ഉന്തി നിക്കുക, രണ്ടു കാലും ഇങ്ങനെ. എന്നിട്ട് അവന് വേദന ആകുക കുറെ നിക്കുമ്പോഴും. ഇത് കഴിക്കുക, എള്ള് കഴിക്കുക കേട്ടോ, ആവശ്യമില്ലാത്ത അത് എള്ള് കഴിക്കുക. പിന്നെ അസിഡിറ്റി മാറ്റുക കേട്ടോ. എന്നാ മാറുമോ, ശരിയാവോ? അത് ഇത് കഴിക്കണം, യൂറിക് ആസിഡ് നിൽക്കണം കേട്ടോ. യൂറിക് ആസിഡും ഇത് നിൽക്കുന്നു, കാൽസ്യം ഡെപ്പോസിറ്റും യൂറിക് ആസിഡും കേട്ടോ കൂടുതലാണ് അല്ലേ? അതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യല്ലേ സാർ? അത് ചെയ്താൽ മതി. പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്ക്, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അവരവര് മനസ്സിലാക്കി എടുത്തെങ്കിലേ നമുക്ക് ഇനി രോഗം മാറ്റാൻ പറ്റൂ. മറ്റേ നീട്ടിക്കൊണ്ട് പോകാനേ പറ്റൂ കേട്ടോ. പിള്ളേര് മനസ്സിലാക്കണം. അല്ല, അവരവർ പിള്ളേരെന്ന് ഞാൻ പറഞ്ഞില്ല, രോഗം മാറണം എന്ന് ആഗ്രഹമുള്ളവർ മനസ്സിലാക്കിയിരിക്കുക. ഞാൻ എന്റെ കാലിന് തരിപ്പിനൊക്കെ സാറിനോട് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ കുറച്ചൊക്കെ മാറി. നമ്മളെ ഉദ്ദേശിക്കുന്നത് ഇത് അധികം പേര് എടുക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇക്കോളജി. അപ്പൊ കുറച്ച് പേര് ഇത് പഠിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ 10,000 ലക്ഷം, ഇപ്പൊ 10,000 ഒക്കെ മാറും, ഇനി ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റലിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുക, ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അത് ഒഴിവാകണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് രോഗം വരുന്നു നമ്മൾ പഠിച്ച് മനസ്സിലാക്കി തിരുത്തുക. ഇന്നത്തെ സാഹചര്യത്തിൽ മുഴുവനൊന്നും പറ്റില്ലേലും ഒരു 50%, 60% തിരുത്താം എല്ലാവർക്കും. കേട്ടോ, ഞാൻ എന്റെ കാലിന്റെ തരിപ്പിനെ ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. 1.5 കൊല്ലമായി ഞാൻ കഴിക്കണേ. എല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡിസ്ക് പ്രശ്നമാണോ? ഡിസ്ക് അല്ല, കാലിന്റെ 2 കാലിന് തരിപ്പ്, മരവിപ്പൊക്കെ. ഞാൻ മലപ്പുറത്ത് വന്നത് സാറിനെ കണ്ടിടല്ലോ, സാറിനെയൊക്കെ കണ്ടിരുന്നല്ലോ. 2 പ്രാവശ്യം മലപ്പുറത്ത് വന്നിരുന്നു. ശരി. അപ്പൊ ഇത് 2 വർഷമായിട്ട് കഴിക്കുവാണോ? 1.5 വർഷമായി. നല്ലോണം അങ്ങോട്ട് മാറിയിട്ടില്ല, അതിന് വിയർക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പൊ വിയർപ്പിക്കുക, സ്റ്റീം ബാത്ത് എടുത്ത് വിയർപ്പിക്കണം. വിയർപ്പിച്ചിട്ട് കാൽസ്യം, കാല് മരവ്, രക്തക്കുറവ് വല്ലതും ഉണ്ടോ? രക്തക്കുറവില്ല, രക്തമുണ്ട് 13. ഷുഗർ ഉണ്ടോ? ഷുഗർ ഇല്ല. കൊളസ്ട്രോളും തൈറോയിഡൊക്കെ കുറേശ്ശെ ഉണ്ട്, അപ്പൊ ഏകദേശം നോർമലായിരുന്നു. ലിവറിന് ഫാറ്റി ലിവർ ഉണ്ടോ? അത് നോക്കിയിട്ടില്ല. അപ്പൊ ഫാറ്റി ലിവറിന് പ്രശ്നം ഉണ്ടെങ്കിലും കാലിന് തെരുപ്പ് വരും കേട്ടോ. കുറവുണ്ട്, മാറി വരുന്നുണ്ട്. അപ്പൊ അത് തന്നെ ചെയ്താൽ മതി, തുടർന്നാ മതി. ഞാൻ ചെയ്യുന്നുണ്ട്. ശരി സാർ. ഓക്കെ സാർ നമസ്കാരം. സാർ നമസ്കാരം, ഞാൻ പാലക്കാട്ട് നിന്നാണ് വിളിക്കുന്നത്. ആരാണ്? സുരേഷ്, പാലക്കാട്ട് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ, എന്താ പറ്റി? ഇസ്നോഫീലിയ കൂടി വരുന്നു സാർ, എന്താ ചെയ്യാം? മാലിന്യം മാറ്റി പ്രതിരോധം കൂട്ടിയാൽ മതി കേട്ടോ. ശരി. വിറ്റമിൻ ബി, വിറ്റമിൻ സി, ഗ്രേപ്പ് സീഡ് കഴിക്കുക. ഗ്രേപ്പ് സീഡ് കഴിക്കുന്നുണ്ട് സാർ, ഗ്രേപ്പ് സീഡ് കഴിക്കുക. പിന്നെ കാൽസ്യം മഗ്നീഷ്യം കഴിക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ, രക്തക്കുറവൊന്നുമില്ലല്ലോ? രക്തക്കുറവില്ല, 13. തുമ്മൽ എന്നും ഉണ്ടോ? തുമ്മൽ ഇടയ്ക്ക് വരാറുണ്ട്. അവിടുത്തെ മാലിന്യം ഒന്ന് മാറ്റിയത് കേട്ടോ. ശരീരത്തിൽ വയറിളക്കി നർസിങ് ചെയ്തോളൂ, അൾസർ ഒന്നും ഇല്ലെങ്കിലും. രക്തക്കുറവ്, അൾസർ ഒന്നും ക്ഷീണം,
അങ്ങനെ ഒന്നുമില്ല, അധികം പ്രായക്കൂടുതലൊന്നും ഇല്ലെങ്കിൽ ധൈര്യമാണ് എല്ലാ ശരീരത്തിലെ മാലിന്യങ്ങളും മാറ്റുക കേട്ടോ. ഈസിനോഫീലിയ വരുന്ന അതുകൊണ്ടല്ലേ, അത് ശരി. പ്രതിരോധ ശക്തി കുറഞ്ഞിട്ടാണ് കേട്ടോ. ഓ ആട്ടെ സാർ. സാർ സാർ ഒന്നുകൂടി ചോദിക്കണ്ടേ, കുട്ടിക്കാണ്, പേരക്കുട്ടി മോളുടെ കുട്ടിക്കാണ് 4 വയസ്സായി. ആ ഈ പല്ല് മഞ്ഞ കളർ ഒരു ദ്രവിച്ച പോലെ, കാൽസ്യം മഗ്നീഷ്യം കൊടുക്കാൻ പറ്റുമോ? വളർച്ചാ പ്രായത്തിൽ 15 വയസ്സ് വരെ കുട്ടികൾക്ക് കാൽസ്യം മഗ്നീഷ്യം കൊടുത്തേ തീരൂ. ഓ എത്ര വെച്ച് കൊടുക്കുക സാർ അത്? 4 വയസ്സല്ലേ? അതെ. അപ്പൊ അതൊരു നമ്മുടെ 3x എന്ന് പറഞ്ഞ ഗുളികയാണെങ്കിൽ ഒരു രണ്ടെണ്ണം അല്ല 6x തന്നെ വാങ്ങിച്ചു, ഒരെണ്ണം വീതം 3 നേരം കൊടുത്തു. ഒരു എണ്ണം വീതം 3 നേരം അല്ലേ? കൊടുത്തു, കാൽസ്യം ഗുളിക കൊടുത്തു. ശരി. എള്ള് കൊടുക്കണം. പിന്നെ ഈ മഞ്ഞപ്പ് വരുന്നതുകൊണ്ട് വായിൽ ഇത് വരരുത് കേട്ടോ. വായില് അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്രത്യേകിച്ചും ഈ മധുരത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇരിക്കരുത്. ഓ ആട്ടെ സാർ. ശരി സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർത്തത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് താമസിച്ചു പോയി, എന്നാലും നമ്മൾ ഓർമ്മയെന്ന് പറയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പറിൽ വായിച്ചു, ഏതോ ഒരു ഇതിന്ന് അൽഫാമോ കുഴിമന്തിയോ എന്തോ അൽറീൻസ്ന്നോ ഇട്ട് പറയുന്ന എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ച് പലർക്കും ഭക്ഷ്യവിഷബാധ വന്നു. അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോട്ടീനിലെ എന്തെങ്കിലും ഈ പറഞ്ഞ അണുക്കൾ, ഫംഗസുകൾ, വൈറസുകളോ അല്ലാത്ത ബാക്ടീരിയകളോ ഒക്കെ വരികയാണെങ്കിൽ മിക്കവാറും അതിപ്പോൾ അനിമൽ വേണമെന്നില്ല, നമ്മളുടെ പ്ലാന്റ് പ്രോട്ടീനായി നിലക്കടലയിൽ പോലും പൂപ്പൽ വന്നാൽ പ്രോട്ടീനാണ്. ഇപ്പോൾ പ്രോട്ടീനിൽ വരുന്ന പൂപ്പലിന് ഒരു പ്രത്യേകതയുണ്ട്, അത് അകത്തേക്കാണ് വളരുക, ഉള്ളിൽ നിന്ന് പോവില്ല. ഇപ്പോൾ ഒരു ഇറച്ചി കഷ്ണമാണെങ്കിൽ അതിൻ്റെ ഈ അഫ്ലാടോക്സിൻ പോലെയുള്ള വിഷബാധ വരുമ്പോൾ അത് മറ്റ് സാധനങ്ങളിലെ ഇതുപോലെയല്ല, പ്രോട്ടീൻ വിഷമയമായി തീർന്നാൽ, പ്രോട്ടീനിൽ നിന്നുള്ള ഫുഡ് പോയിസണാണ് വരുന്നതെങ്കിൽ അതേപോലെ വളരെ വേഗത്തിൽ കരളിനെ ബാധിക്കും. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷൻ. പ്രോട്ടീൻ എടുക്കുന്നവർ അതിലെന്തെങ്കിലും അരുചി അതിലൊക്കെ തോന്നുവാണെങ്കിൽ അതല്ലെങ്കിൽ ഇത് വളരെ ശ്രദ്ധിക്കണം. മറ്റ് ഭക്ഷ്യവിഷബാധകൾ പോലെ അല്ല പ്രോട്ടീനിൽ നിന്നുള്ള ഈ വിഷബാധ. കാരണം മറ്റുള്ളത് പുറത്തേക്കാ വരുന്നതെങ്കിൽ ഇതതിൻ്റെ അകത്തേക്കാണ് പോണേ. അപ്പോൾ നന്നായിട്ട് വെന്തില്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ളത് ജീവനോട് ഒരു പ്രശ്നമില്ലാതെ അവിടെ ഇരിക്കും, നമ്മളെ സ്പ്രെഡ് ആവുകയും ചെയ്യും. അത് ലിവറിനെ ആയിരിക്കും ബാധിക്കുക പെട്ടെന്ന്. അതൊന്ന് എല്ലാവരും, ഞാനത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറയേണ്ടതായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. സാറേ, നമസ്കാരം സാറേ. ഞാൻ ദയാൽ സാറിനെ 1 വർഷം മുന്നേ വന്ന് കണ്ട് സാറിന്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ കാണാനായിട്ട് മുല്ലയ്ക്ക് പോയിരുന്നു. ആലപ്പുഴ ജില്ലക്കാരിയാണ് ഞാൻ. എനിക്ക് ആസ്മയുണ്ട്, തൈറോയിഡ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ആസ്മ, തൈറോയിഡ്, കൊളസ്ട്രോൾ, ഫാറ്റി ലിവറിന്റെ ചെറുത് മൈൽഡ് എന്നും പറഞ്ഞിട്ട് അപ്പൊ ഒന്നും ഇല്ലാത്തില്ല. 1 വർഷം കൊണ്ട് ഇപ്പം സാറിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് എന്റെ രാത്രി ഉറങ്ങുന്ന സമയത്ത് വിരലുകളുടെ അറ്റം, ആദ്യം 3 വിരലിന്റെ അറ്റമായിരുന്നു, ഇങ്ങനെ മരവിച്ച് വരും. പിന്നെ ഇപ്പൊ ആണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഈ എല്ലാ വിരലിന്റെ 2 കൈയിലെയും ആ വിരലിന്റെ അറ്റം മാത്രം, മുഴുവൻ മരവിപ്പില്ല, വിരലിന്റെ അറ്റം മാത്രം മരവിച്ച് വരും. രക്തം അങ്ങോട്ട് എത്താത്തോണ്ടല്ലേ? ആണ്. അപ്പൊ രക്തം എത്താനായിട്ട് നമ്മുടെ ഇത് ചെയ്യും, നാരങ്ങാതേലും പുരട്ടി എക്സസൈസ് കൂടി ചെയ്യും കേട്ടോ. കാൽസ്യം മഗ്നീഷ്യം കഴിക്കണില്ലേ? കഴിക്കുന്നുണ്ട്. പിന്നെ വേർപ്പിക്കണം. പിന്നെ എന്താണ് നമ്മുടെ ഫാറ്റി ലിവറിനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തോളൂ കേട്ടോ. ഇതെല്ലാം കഴിക്കുന്നുണ്ട് സാറേ. കഴിക്കും. ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി നേരം ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുമ്പോഴേ ഈ പെടലിയുടെ ആ ഭാഗം പിന്നെ കീഴോട്ടൊന്ന് കുനിക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കും.
പെടലി അന്ന് വിടല്ലേ? ഉം, ഉം, അതെ 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 ഉം. ഒരു അതെ. ഒരു സൗണ്ട് കേൾക്കും. ഇത് റൂമാറ്റിക് ആണെന്നാണ് അതിന്റെയൊക്കെ സൂചന കേട്ടോ. അതെ അപ്പൊ റൂമാറ്റിക് എന്ന് പറഞ്ഞാൽ കാൽസ്യം ഡെഫിഷ്യൻസിയാണ്, മഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ്. ഇപ്പൊ കാൽസ്യം മഗ്നീഷ്യം കൊടുക്കുക. അത് കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ കാൽസ്യവും വേണം, അതായത് മരുന്ന് കാൽസ്യങ്ങളും വേണം, ഫുഡിന് ഭക്ഷണത്തിലൂടെയുള്ള കാൽസ്യവും കൂടെ വേണം. ചങ്ങലമ്പരന്റെ ചമ്മന്തിയൊക്കെ കഴിക്കുന്നുണ്ട്. കഴിച്ചോ. എത്ര വർഷമായി ഇതൊക്കെ തുടങ്ങിയിട്ട്? എത്ര ഇത് വയസ്സുണ്ട്? എനിക്കിപ്പോ 68 വയസ്സുണ്ട്. അപ്പൊ 68 വയസ്സുണ്ടെങ്കിൽ ഇതൊക്കെ തുടങ്ങിയിട്ടൊരു എത്ര വർഷമായി? 10-40 വർഷമായോ? ഒരു അസിഡിറ്റി ഉണ്ടായിട്ടൊരു 35 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഞാൻ അപ്പൊ വെളിയിലായിരുന്നു. അപ്പൊ ഇതൊക്കെ മാറണമെങ്കിലേ ഇതിന്റെ ഒരു കണക്ക് 35/10 അത്രയും സമയം മിനിമം. അതെ 35 വർഷം കൊണ്ട് തന്നെ ഉണ്ടായതല്ലേ. അതെ ഒരു 10 വർഷത്തിന് 1 വർഷം വെച്ച് എടുക്കണം. സാധാരണ ഇതിൽ അത്ര എടുക്കും കേട്ടോ. ഞാൻ ഭൂട്ടാനിലായിരുന്നു സാറേ. അവിടെ നിന്നാണ് എനിക്ക് ആസ്മ ഉണ്ടായത് ആ കാലാവസ്ഥയിൽ. ആസ്മയൊക്കെ മാറും കേട്ടോ. ആസ്മ മാറാൻ വേണ്ടി നമ്മുടെ ഇത് കഴിച്ചാൽ മതി. വേവിക്കാത്ത പഴുത്ത മത്തങ്ങ സലാഡ് കഴിക്കുകയും നമ്മുടെ ദയാൽ സാറിന്റെ ശങ്കുലി എക്സസൈസും മറ്റ് ചെറിയ എക്സസൈസ് ചെയ്തിട്ട് അതിന്റെ പാലാഴി മദനം കഴിഞ്ഞുള്ള തിരുവിളയാടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ആസ്മ മാറിയിരിക്കും. പക്ഷെ മത്തങ്ങ കഴിക്കണം, ഡെയിലി മത്തങ്ങ കഴിക്കണം, പഴുത്ത മത്തങ്ങ. ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ മതി. നിലക്കടലയും മത്തങ്ങയും ഞാൻ ചീകിയിട്ട് അതിനകത്ത് തേങ്ങ തിരുമ്മിയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചോളൂ, സ്ഥിരം കഴിച്ചോളൂ കേട്ടോ. മത്തങ്ങ 3 വർഷം കേടുകൂടാതെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അത് കഴിച്ചാൽ ലങ്സിന്റെ കേട് മാറിക്കൊള്ളും. തൈറോയിഡ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് വിത്ത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് വെച്ച് കിളിപ്പിച്ച് മരമായി. ഇപ്പൊ 5 മരമുണ്ട് എനിക്ക്. അതുകൊണ്ട് അത് ഫ്രഷായിട്ട് ഞാൻ അത് കഴിക്കുന്നുണ്ട്. തൈരിനകത്ത്, പുളിയില്ലാത്ത തൈരിനകത്ത് അത് കഴിച്ചു. കൂടുതലുണ്ടെങ്കിൽ തന്നെ പൊടിയാക്കി എടുത്ത് സൂക്ഷിച്ചു വെച്ചോളൂ കേട്ടോ. ഞാൻ പലർക്കും കൊടുക്കുന്നുണ്ട് സാറേ. മാറും. ഈ ആസ്മ എന്താസ്മയാ? പൊടിയടിക്കുമ്പോൾ അലർജിയുള്ള ആസ്മയാണോ? ബ്രോങ്കറ്റീസ് ആയിരുന്നു സാറേ. അവിടെ തണുപ്പല്ലേ, ഭൂട്ടാനിൽ തണുപ്പായിരുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ആസ്മയുള്ളവർക്ക് ഒരു അഡീഷണൽ ഇത് പറഞ്ഞു തരാം. ഒരു ചെറുനാരങ്ങയുടെ നീരിലേ 1 സ്പൂൺ തേന്, ശുദ്ധമായ തേനായിരിക്കണം കേട്ടോ. 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് കുരുമുളക് പൊടി. പച്ചക്കുരുമുളക് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അത്രയും ആ സാധനം വെച്ചിട്ട് എല്ലാ ദിവസവും കഴിച്ചു കേട്ടോ. ചാലിച്ചിട്ട് എങ്ങനെ, അളവ് എങ്ങനെയാ സാറേ? 1 സ്പൂൺ, ഒരു ചെറുനാരങ്ങയുടെ നീര്. ഭയങ്കര വലിപ്പമുള്ള നാരങ്ങയാണെങ്കിൽ പകുതി മതി കേട്ടോ. ഭയങ്കര അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര്, 1 സ്പൂൺ തേന്, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 നുള്ളു കുരുമുളക് പൊടി ചേർത്തിട്ട് കഴിച്ചു. കുറെ കഴിയുമ്പോൾ ആസ്മ തന്നെ കുറയും കേട്ടോ. നോക്കിയോ? താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ സാർ നമസ്കാരം. ആരാണ്? ശൈവ ടീച്ചറാണോ? അതെ അതെ സാർ. പിന്നെ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന കൂണില്ലേ, അത് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൂണ് നമ്മൾ കൂണ് ഇക്കോളജി അല്ലെന്നാണല്ലോ നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിക്കണേ. കൂണ് സസ്യങ്ങള് ക്ലോറോഫിലുള്ള ഹരിതകമുള്ള സാധനങ്ങളാണ്. കൂൺ ജീവന്റെ തലം താണതാണ്. പക്ഷെ കഴിച്ചോ കുഴപ്പമില്ല, നിങ്ങൾ ടേസ്റ്റിന് വേണ്ടി കഴിച്ചോ. പക്ഷെ ഇക്കോളജിക്കലി ജീവന്റെ തലം താണ സാധനമാണ് കൂണ്. അതിന്റെ കാരണം ഇതാണ്, അതിന് ഹരിതക ഇല്ലല്ലോ. നമ്മൾ ഫ്രൂട്ട്സിന്റെ പറയുമ്പോ അത് താഴേക്ക്, അതായത് ഒരു ഇത് വരയ്ക്കുവാണെങ്കിൽ അതിന്റെ താഴെ ഉള്ളതാണ്. അതാണ് കേട്ടോ. ശരി. വല്ലപ്പോഴും കഴിച്ചോ, പൊടി തോന്നുമ്പോ കഴിച്ചോ, കുഴപ്പമില്ല. അല്ല, ഒന്ന് കൃഷി ചെയ്ത് നോക്കിയതാണ്. അതിന്റെ 2 ഇത് വാങ്ങിയിട്ടേ, ബഡ് വാങ്ങിയിട്ട്. ഓക്കെ, കഴിച്ചോ. കഴിക്കണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ അത് തന്നെ ആക്കരുത്. ഇല്ല. കേട്ടോ. ശരി. സംശയങ്ങളുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തത് ശ്രീ വിശാൽ ജോർജ് ആണ്. അദ്ദേഹത്തിന് വളരെ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ കൂടെ ഗൂഗിൾ മീറ്റിലും യൂട്യൂബ് ലൈവിലും ഫേസ്ബുക്ക് ലൈവിലും ഇൻസ്റ്റഗ്രാം ലൈവിലും ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.